ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചോക്ലേറ്റിൻ്റെ വർക്കാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. അതായത് ഇതുവരെ വ്ളോഗൊക്കെ അല്ലായിരുന്നു ഷെയർ ആക്കിയിരുന്നത്. അപ്പോൾ ഇന്ന് ഏതായാലും ഒരു ചോക്ലേറ്റിൻ്റെ വർക്ക് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഷെയർ ആക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. മാത്രമല്ല ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വർക്ക് 10 രൂപേൻ്റെ കിറ്റ്കാറ്റ് ചോക്ലേറ്റിലാണ് കേട്ടോ. നമുക്ക് ഏത് മിഠായിൽ വേണമെങ്കിലും ചെയ്യാം. കിറ്റ്കാറ്റ് ആകുമ്പോൾ ഒന്നും കൂടി ഫിനിഷിങ് കിട്ടും. ഇതുപോലത്തെ ഒരു കോട്ടിങ് ഉണ്ടായതുകൊണ്ട് ഈ സിൽവർ ഫോയിലിൻ്റെ ഒരു കോട്ടിങ് ആണല്ലോ കിറ്റ്കാറ്റിൽ വരുന്നത്. മറ്റേതിലൊക്കെ നമ്മൾ ആ കവറ് കളയുമ്പോൾ ഡയറക്റ്റ് ചോക്ലേറ്റിൽ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തേതാകുമ്പോൾ ഒന്നും കൂടി ഫിനിഷിങ് ഉണ്ടാവും. കൂടുതലും കസ്റ്റമർ ഇങ്ങനെ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ കൂടുതലും അവരോട് സജസ്റ്റ് ചെയ്യാറ് ഈ ഒരു ചോക്ലേറ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബഡ്ജറ്റ് താങ്ങാത്തവർക്ക് നമ്മൾ ഇതിലും കുറഞ്ഞ മിഠായിലൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കിറ്റ്കാറ്റ് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ മിഠായി വേറെ കവറ് വേറെ ആക്കി എടുക്കണം. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് 75 പീസാണ് കേട്ടോ. അപ്പോൾ 2 കിറ്റ്കാറ്റിൻ്റെ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്തായാലും നമ്മളെ പിള്ളേർക്ക് വേണമല്ലോ. അവർ ഇങ്ങനത്തെ വർക്കൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ മിഠായിക്കായിരിക്കും കാത്തിരിക്കുക. അപ്പോൾ എല്ലാ കവറും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇനിയിപ്പോൾ വേസ്റ്റ് ബിന്നിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനത്തെ പണികളൊക്കെ കഴിച്ച് വെക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഒരുമിച്ച് നന്നാക്കാൻ നിന്നാൽ നമുക്ക് വലിയ ഭാരമായി തോന്നും. അപ്പോൾ ഇതുപോലെ തന്നെ ആ കൊണ്ടുവന്ന കവറിൽ തന്നെ ആക്കിയിട്ട് അങ്ങനെ വേസ്റ്റിലേക്ക് ഇടുകയാണ് കേട്ടോ. നമ്മൾ ഹരിത കർമ്മസേനൻ്റെ കവറിലേക്കാണ് ഇടുന്നത്. പിന്നെ നമ്മൾ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 2 ഫോട്ടോ ആണ് കേട്ടോ അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 നമ്മൾ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എഡിറ്റിങ്ങൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് അവർ തന്നെ അങ്ങനെ ചെയ്തിട്ട് വിട്ട് തരാറാണ് പതിവ്. അപ്പോൾ നമ്മളതങ്ങനെ പ്രിൻ്റ് എടുത്താൽ മതി. ഫോട്ടോ വിട്ട് തരുമ്പോൾ നമ്മൾ പിന്നെ ആ കറക്റ്റ് സൈസും മെഷർമെൻറ്റൊക്കെ നോക്കിയിട്ട് പ്രിൻ്റ് എടുപ്പിക്കാറാണ്. അപ്പോൾ ഇതിന്ന് കട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഒരു പിക്ക് ഇതാണ് കേട്ടോ. പിന്നെ വേറൊരു പിക്കും കൂടെ ഉണ്ട്, കട്ട് ചെയ്തിട്ടില്ല, കാണിച്ചു തരാം. ഇങ്ങനത്തെ ഈ ഒരു രീതിയിലാണ് കേട്ടോ അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അത്ര വലിയ ഭംഗിയൊന്നും തോന്നൂല. നമ്മളിത് ചോക്ലേറ്റിൽ ചെയ്ത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ 2 പിക്കും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ചോക്ലേറ്റിൽ എങ്ങനെ ചെയ്യണമെന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കാനാണ് കേട്ടോ പാട്. ഇതൊന്ന് കിട്ടിയാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം ഇതൊന്ന് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു വശം കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 4 സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് സെൻറ്ററിൽ മാത്രം ഇതിന് കുറച്ച് ഭാഗം വെക്കുന്നേ. അങ്ങനെ നമ്മൾ കറക്റ്റ് മിഠായിൽ അത് നിൽക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റിക്കർ മൊത്തം അതിൽ പിടിച്ചു പോകും. അപ്പോൾ നമ്മളത് പൊട്ടിക്കുന്ന ടൈമിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 4 സൈഡും കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ കുറച്ച് ഭാഗം വെക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഈ സെൻറ്ററിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ വേണം കേട്ടോ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. ഫസ്റ്റത്തെ 1-2 നമുക്ക് വലിയ പാടായി തോന്നുള്ളൂ, പിന്നെ സ്പീഡാകും കേട്ടോ. അതെല്ലാം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. എന്നാലേ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം വിട്ടു പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ പ്രസ്സാക്കിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കത്രിക ഉണ്ട്, ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്ന സിക്സാക്ക് രൂപത്തിൽ. അപ്പോൾ അതും കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി ചോക്ലേറ്റ് ആയിട്ടാണ്. പിന്നെ ഇത് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ഒരു പീസിന് 20 രൂപയാണ് കേട്ടോ വാങ്ങിക്കാറ്. ഒരുവിധം വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും 20 രൂപ തന്നെ വാങ്ങിക്കുക. നമ്മളതിലും കുറച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല. കാരണം ഇതിൻ്റെ പ്രിൻറ്റിങ്ങോ നമ്മുടെ എഫേർട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ ഒന്നും തന്നെ ഇതിലുണ്ടാവില്ല. അപ്പോൾ ഒരു പീസിന് 20 രൂപ വെച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇതേറ്റ് മുന്നോട്ട് പോവാം. പിന്നെ ഇങ്ങനത്തെ വർക്കൊക്കെ നമുക്ക് ഡെയിലി കിട്ടൂലല്ലോ, വല്ലപ്പോഴല്ലേ കിട്ടുള്ളൂ. അപ്പോൾ പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെ അതിനായിട്ട് നമ്മൾ പോകണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒരുമിച്ച് ബൾക്കായിട്ട് ഓർഡർ കിട്ടുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലെസ്സാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചോക്ലേറ്റ് എല്ലാം തന്നെ ചെയ്യാം.
അപ്പോൾ അത് ലാസ്റ്റ് ചോക്ലേറ്റും കൂടെ ചെയ്യാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ തീർന്ന്. ഇനിയിപ്പോൾ നമ്മളിത് ഡെലിവറി ചെയ്യണം. ഡെലിവറി ദൂരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചാർജ് വാങ്ങിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവരുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കിലോമീറ്റർ നമ്മൾ ഫ്രീ ഡെലിവറിയാണ് കേട്ടോ. ബാക്കി അവിടെ നിന്ന് അങ്ങോട്ടാണ് ഡെലിവറി ചാർജ് ഈടാക്കാറ്. അപ്പോൾ ഇത് നമ്മുടെ റിലേറ്റീവ് തന്നെ ആയതുകൊണ്ട് അവർ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ 2 പ്രിൻറ്റിങ്ങിലുള്ള ചോക്ലേറ്റ് കണ്ടില്ലേ, ഏതാ നിങ്ങൾക്ക് ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.